പോലീസിന്റെ ഇടികൊണ്ട് മരിക്കാൻ പറ്റാത്തതുകൊണ്ട് ബഹുമാനമില്ലെങ്കിലും മന്ത്രിയെ ബഹുമാനപ്പെട്ട എന്ന് വിശേഷിപ്പിക്കുന്നുവെന്ന് എഴുത്തുകാരൻ ടി പത്മനാഭൻ. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ നടത്തിയ സമൂഹ നടത്തം ഉദ്ഘാടനം ചെയ്യവെയാണ് അദ്ദേഹത്തിന്റെ ഈ പരാമർശം. കള്ള് മുതൽ എല്ലാ ലഹരി വസ്തുക്കളും നിഷിദ്ധമാണ്. എന്നാലും സർക്കാരിന്റെ ഏറ്റവും വലിയ വരുമാനം ലഹരി വിറ്റിട്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് ബ്രൂവറി സ്ഥാപിക്കാൻ പോകുന്ന ഒയാസിസ് കമ്പനിയെ പല സംസ്ഥാനങ്ങളിലും കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയതാണ്. കമ്പനി വന്നാൽ മറ്റേ കുടിക്കുള്ളവർക്ക് വെള്ളം കിട്ടും, എന്നാൽ അല്ലാത്തവർക്ക് വെള്ളം കിട്ടാത്ത സാഹചര്യമുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സത്യത്തിൽ തനിക്ക് മന്ത്രിയോട് ബഹുമാനമൊന്നുമില്ല, എന്നാൽ ഏതു മന്ത്രിയെയും ബഹുമാനപ്പെട്ട എന്ന് വിശേഷിപ്പിച്ചേ മതിയാകൂ എന്ന നിയമം പാസാക്കിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ജയിലിൽ പോകേണ്ടി വരും. 97 എത്തി നിൽക്കുന്ന തന്നെ ജയിലിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ പോലീസുകാർ ശരിപ്പെടുത്തും. അതിന് ഇടവരുത്താതിരിക്കാനാണ് നോക്കുന്നത്. അതിനാൽ ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രിയോട് ദയവായി എലപ്പുള്ളിയിൽ ബ്രൂവറി സ്ഥാപിക്കുന്നതിൽ നിന്ന് പിൻവലിയണം എന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ലഹരി ചെറുതോ വലുതോ എന്നൊന്നുമില്ലെന്നും ഒരു തവണ ഉപയോഗിച്ചാൽ പോലും അടിമയാകുമെന്നും ടി പത്മനാഭൻ ചൂണ്ടിക്കാട്ടി.